Today I am going to teach the continuation of polynomials, standard 10. First of all, we have studied linear polynomial, that is first degree polynomial, that is ax plus b, y equal to ax plus b. First degree linear polynomial in the geometrical meaning എന്താണെന്ന് നോക്കാം. Linear polynomial. Now we are going to study the geometrical meaning of linear polynomial. Then the graph of a linear polynomial y equal to x plus b where a not equal to 0 is a straight line. നമ്മളിപ്പോൾ 3x plus 2 എന്നോ 5x minus 1 എന്നോ x minus 3 എന്നോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിന് എക്സിന് പല വാല്യൂസ് ഇട്ടിട്ട് വൈയുടെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റ്സ് ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് അതിൻ്റെ 0 എന്ന് പറയുന്നത്. ഇവിടെ y ഈക്വൽ ടു y ഈക്വൽ ടു ax പ്ലസ് ബി. ഇതിൻ്റെ 0 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബി ഉണ്ട്, അതിൻ്റെ കൂടെ ഇതൊരു മൈനസ് ബി ആയാൽ മാത്രമേ ഈ വാല്യൂ 0 ആകത്തുള്ളൂ. ഇത് മൈനസ് ബി ആകണമെങ്കിൽ എക്സിന് എന്ത് വില കൊടുക്കണം, ax പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി ബൈ എ കൊടുക്കണം. എക്സിന് മൈനസ് ബി ബൈ എ കൊടുത്താൽ മാത്രമേ ഈ വാല്യൂ 0 ആകത്തുള്ളൂ, പോളിനോമിയൽ 0 ആകത്തുള്ളൂ. അപ്പോൾ ഈ എ കട്ട് ചെയ്ത് പോകും, മൈനസ് ബി പ്ലസ് ബി എന്ന് കിട്ടും 0. അപ്പോൾ ഈ പോളിനോമിയൽ ഒരു ലീനിയർ പോളിനോമിയൽ, ജനറൽ ലീനിയർ പോളിനോമിയൽ എക്സ് ഈക്വൽ ടു ബി വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ബി വേർ എ നോട്ട് ഈക്വൽ ടു 0, then we this equation is a straight line and intersects the x-axis. This line intersects the x-axis at x equal to minus b by a 0. x-axis y എപ്പോഴും 0 ആയിരിക്കും. മൈനസ് ബി ബൈ എ എന്നുള്ള വാല്യൂ കൊടുത്താൽ മാത്രമേ ഈ ലീനിയർ പോളിനോമിയൽ 0 ആകുന്നുള്ളൂ. എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി ബൈ എ പ്ലസ് ബി. ഇവിടെ ഒരു പ്ലസ് ബി ഉണ്ട്, ഇത് മൈനസ് ബി ആകണം. മൈനസ് ബി പ്ലസ് ബി ആണല്ലോ 0. അപ്പോഴേ ഈ പോളിനോമിയലിൻ്റെ ഇതിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇവിടെ എ ഇൻറ്റു മൈനസ് ബി ബൈ എ എന്ന് കൊടുക്കും എക്സിന്, മൈനസ് ബി ബൈ എ പ്ലസ് ബി, ദാറ്റ് ഈസ് എ കട്ടായി പോകും, മൈനസ് ബി പ്ലസ് ബി ഈക്വൽ ടു 0. therefore എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ ഈ ലീനിയർ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് പറയാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് ഇതിൻ്റെ 0 ആണെന്ന് പറയാം. അതായത് ദിസ് ലൈൻ y ഈക്വൽ ടു ax പ്ലസ് ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ touches the x-axis. x-axis y-axis വരും. x-axis at x equal to minus b by a and x-axis-ലാകുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. x-axis-ലാകുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. മൈനസ് ബി ബൈ എ 0, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. വെൻ വി പുട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദിസ് ലീനിയർ പോളിനോമിയൽ മൈനസ് ബി ബൈ എ, എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി ബൈ എ പ്ലസ് ബി, ദാറ്റ് ഈസ് എ കട്ടായി പോവും, മൈനസ് ബി പ്ലസ് ബി ഈക്വൽ ടു 0. ഫോർ 0 ഓഫ് ദിസ് പോളിനോമിയൽ ലീനിയർ പോളിനോമിയൽ y ഈക്വൽ ടു എക്സ് പ്ലസ് ബി ഈസ് minus b by a. x equal to minus b by a is a 0 of this polynomial. When we substitute the value of x minus b by a in this equation, we get a 0. In this polynomial, in the linear polynomial x plus b, we put the value of x equal to minus b by a, then we get a 0. Therefore x equal to minus b by a is the 0 of this polynomial. We call it as x equal to minus b by a is the 0 of this polynomial. In the previous class I have told that if x equal to 2 is a 0 of the polynomial, then f2 equal to 0, then that 2 is the 0 of that polynomial. Similarly, we put x equal to minus b by a in this linear polynomial x plus b, then a into minus b by a plus b, that is a cancel ആകും, minus b plus b equal to 0. Therefore x equal to minus b by a is a 0 of this linear polynomial. x equal to b, y equal to x plus b, y equal to x plus b where a not equal to 0. This is a linear polynomial.
This represents a straight line. Then this straight line cuts the x-axis at minus b by a 0. X-axis intersects the x-axis at minus x equal to minus b by a substitute ചെയ്യുമ്പോൾ നമുക്ക് ലീനിയർ പോളിനോമിയലിൻ്റെ വാല്യൂ 0 കിട്ടും. Therefore x equal to minus b by a is a 0 of this polynomial. Y equal to x plus b is a straight line where a not equal to 0. Then this straight line intersects the x-axis at x equal to minus b by a. Therefore we put the value of x equal to minus b by a in this linear polynomial ax plus b, that is a into x minus b by a into minus b by a plus b equal to ഈ എ ക്യാൻസൽ ആകും, പിന്നെ ഇവിടെ എന്തുണ്ട് മൈനസ് ബി പ്ലസ് ബി ദാറ്റ്സ് ഈക്വൽ ടു 0. Therefore x equal to minus b by a is a 0 of this linear polynomial. This linear polynomial means first degree polynomial. പവർ ഇവിടെ എക്സ് ആണ് വേരിയബിൾ, എയും ബിയും കോൺസ്റ്റൻസ് ആണ്, എക്സിൻ്റെ പവർ 1 ആണ്, ഹയസ്റ്റ് പവർ 1 ആണ്. അതുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയലാണ്. ഈ ലീനിയർ പോളിനോമിയൽ ഒരു സ്ട്രൈറ്റ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഗ്രാഫ്. ആ സ്ട്രൈറ്റ് ലൈന് ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരും ഇന്റർസെക്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. കാരണം മൈനസ് ബി ബൈ എ എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് എ 0 ഓഫ് ദിസ് പോളിനോമിയൽ. അതായത് മൈനസ് എക്സ് ഈക്വൽ ടു ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ എപ്പോഴും വൈ 0 ആയിരിക്കും. മൈനസ് ബി ബൈ എ 0 എന്ന് വരും ആ കോർഡിനേറ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. Polynomial y equal to ax plus b where a not equal to 0, a constant a and b are constants. Then the graph ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഈ ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ഓഫ് ax plus b, this linear polynomial is a straight line. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ലൈന് എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നു. എക്സ് പ്ലസ് ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദിസ് ലൈൻ ഇന്റർസെക്ട്സ് ഇവിടെ ഇന്റർസെക്ട്സ് ദ എക്സ് ആക്സിസ് അറ്റ് മൈനസ് ബി ബൈ എ 0. എക്സ് ആക്സിസിൽ എപ്പോഴും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ ഇത് 0 വരുമെന്നോ. പുട്ട് എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഇൻറ്റു മൈനസ് ബി ബൈ എ, എക്സിന് വരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് ബി ഈക്വൽ ടു ഈ എ അങ്ങ് ക്യാൻസൽ ആയിപ്പോകും. That is minus b plus b, that's equal to 0. Therefore x equal to minus b, we call that x equal to minus b by a is a 0 of this linear polynomial. x plus x axis എപ്പോഴും y coordinate 0 ആയിരിക്കും. x ആണ് വേരി ചെയ്യുക. ഇവിടെ ഈ ഇക്വേഷനിൽ y ഈക്വൽ ടു 2x plus 3 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എക്സിനൊരു 2-3 വില ഇട്ട് കൊടുക്കുക. അതായത് എക്സിന് -2 കൊടുക്കാം, 0 കൊടുക്കാം, 2 കൊടുക്കാം, ഇഷ്ടമുള്ള വില കൊടുക്കാം. എക്സിന് എക്സ് ഈക്വൽ ടു -2 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു വൈയുടെ വില y ഈക്വൽ ടു 2x plus 3, 2 ഇൻറ്റു -2 plus 3 ദാറ്റ് ഈസ് -4 plus 3. അതായത് വൈക്ക് എന്ത് കിട്ടും? എക്സ്, ഇത് വൈ. എക്സിന് -2 കൊടുക്കുമ്പോൾ വൈക്ക് എത്ര കിട്ടും? എക്സിന് -2 കൊടുക്കുമ്പോൾ വൈക്ക് -1 കിട്ടും. -4 plus 3 എന്ന് പറഞ്ഞാൽ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -1. ഇനി എക്സിന് 0 കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എത്ര കിട്ടും വൈക്ക്? 2 ഇൻറ്റു 0 plus 3 അതായത് 0 3. 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 plus 3 എന്ന് കിട്ടും. ഇനി എക്സിന് 2 കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. ഇഷ്ടമുള്ള 3 വില എക്സിന് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ കിട്ടും. നമുക്കത് ടേബിളായിട്ട് എഴുതാം. എക്സിന് -2, ഇവിടെ ഞാൻ എക്സിന് -2 0 2 പോസിറ്റീവ് 2 ഇഷ്ടമുള്ളത് കൊടുക്കാം. അതായത്
2 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? y ഈക്വൽ ടു 2x പ്ലസ് 3 ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ദാറ്റ് ഈസ് 4 പ്ലസ് 3 അതായത് 7 വരും. കൊടുക്കുമ്പോൾ വൈക്ക് 7. അപ്പോൾ എക്സിന് 3 വാല്യൂസ് കൊടുത്തു. ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 പോയിൻറ്റ്സ് കിട്ടി. ആ 3 പോയിൻറ്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. -2 എക്സിന് -2 കൊടുത്തപ്പോൾ വൈക്ക് -1 കിട്ടി. എക്സിന് 0 കൊടുത്തപ്പോൾ വൈക്ക് 3 കിട്ടി. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് 7 കിട്ടി. ഇപ്പം നമുക്കിവിടെ 3 കോർഡിനേറ്റ്സ് കിട്ടി. കോർഡിനേറ്റ്സ് ഈ ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. കൺസിഡർ എക്സ് ആക്സിസ് എക്സ് ഡാഷ് ഇടത്തോട്ട് കുറഞ്ഞു വരും. വൈ ആക്സിസ് വലത്തോട്ട് 0 കഴിഞ്ഞ് കൂടി വരും. ഒത്ത മധ്യത്ത് 0, +1 +2 +3 അങ്ങനെ. പോസിറ്റീവ് ഇൻഡിയേഴ്സ് ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് ഇൻഡിയേഴ്സ് എക്സ് ആക്സിസിൽ. ഇവിടെ വൈയുടെ താഴോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്, മുകളിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്. വൈ ഡാഷ് താഴോട്ട്. ഇവിടെ 1 2 3 4 5 6 7. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. എക്സിന് -2 കൊടുത്തപ്പോൾ വൈക്ക് -1 കിട്ടി. എക്സിന് -2 കൊടുത്തപ്പോൾ ഈ 3 പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം ഗ്രാഫിൽ. എക്സിൻ്റെ -2 ഇവിടെ വൈയുടെ -1ൻ്റെ നേരെ, അതായത് -2 -1. ഇനിയും എക്സിന് 0 കൊടുത്തപ്പോൾ വൈക്ക് 3 കിട്ടി. എക്സിന് 0 കൊടുത്തപ്പോൾ എക്സിൻ്റെ 0 ഇവിടാണ്, വൈയുടെ 3യുടെ അവിടോട്ട് പോകട്ടെ. അതായത് ഇത് വരും 0 3. എക്സിന് 0 കൊടുത്തപ്പോൾ വൈക്ക് 3. ഇനി അടുത്ത കോർഡിനേറ്റ് മാർക്ക് ചെയ്യാം ഗ്രാഫ് പേപ്പറിൽ. 2 7 എക്സിന് 2 കൊടുത്തപ്പോൾ വൈക്ക് 7 കിട്ടി. എക്സിൻ്റെ 2 ഇവിടെ വൈയുടെ 7 ഇവിടെ. അതായത് ഇവിടെ വരും എക്സിൻ്റെ 2ൻ്റെ നേരെ വൈയുടെ 7. അതായത് എന്നിട്ട് നമ്മളിത് ഈ പോയിന്റുകളെ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതായത് ഈ -2ൻ്റെയും -1ൻ്റെയും നേരെ പകുതിക്ക് വന്നു. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ -3, അതിൻ്റെ നേരെ പകുതി വരും. -3/2 വരെ. ഇതിവിടെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നൊരു പോയിന്റിൽ ദിസ് ലൈൻ, ഈ ലൈന് ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പേര് y ഈക്വൽ ടു 2x + 3 ഈ ലീനിയർ പോളിനോമിയൽ. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് കിട്ടുന്നു. ആ 3 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ദ ലൈൻ intersects the x-axis ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇവിടുത്തെ ഈ പോയിന്റ് ഏതാ? -1ൻ്റെയും -2ൻ്റെയും നേരെ മധ്യത്ത് വരും. അതായത് -1.5 വരും. അതായത് -3യുടെ പകുതി. അതായത് -3/2. അത് ഗ്രാഫ് പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടും. അത് അടുക്കുള്ള വര. -1ൻ്റെയും -2ൻ്റെയും നേരെ പകുതി. -3/2. വൈ അപ്പോൾ എക്സ് ആക്സിസിൽ 0 ആയിരിക്കും. ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് -3/2. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു -3/2 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ y ഈക്വൽ ടു 2x + 3. നമുക്ക് കൊടുത്തു നോക്കാം. x ഈക്വൽ ടു -3/2, y ഈക്വൽ ടു ax + b ലീനിയർ പോളിനോമിയൽ, x ഈക്വൽ ടു -b/a ഈസ് എ പോളിനോമിയൽ, ഈസ് എ 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു. അതുപോലെ y ഈക്വൽ ടു 2x 2 ഇൻറ്റു ഈ 2x + 3 എന്ന് പറയുന്നത് 0 വരുന്ന ഏത് വാല്യൂവിനാണ്? ഇവിടെ -3/2 0 ഇല്ലാന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എക്സ് ആക്സിസ് സ്ട്രെയിറ്റ് ലൈനാണ്. 0 എന്ന് പറയുമ്പോൾ y 0 വരും. എക്സ് ആക്സിസിലാണ് ഈ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ഈ സ്ട്രെയിറ്റ് ലൈൻ. -3/2 0 ആണ്. അതുകൊണ്ട് -3/2 x ഈക്വൽ ടു -3/2 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ. ദാറ്റ് ഈസ് നമുക്ക് നോക്കാം. 2 ഇൻറ്റു എക്സിന് പകരം -3/2 കൊടുക്കാം. -3/2 + 3. ഈ 2 ക്യാൻസൽ ആകും. അപ്പം -3 + 3 ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -3/2 കൊടുക്കുമ്പോൾ -3/2 ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ 0. ഇവിടെ 0 കിട്ടും. -3 + 3 ഈക്വൽ ടു
0. Therefore, this line intersects the x-axis at minus 3/2 0. Therefore, x equal to minus 3/2 is 0 of the polynomial, linear polynomial 2x plus 3. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കിയാൽ മതി. ഇത് ഗ്രാഫിലാകുമ്പോൾ നല്ല കറക്റ്റിന് കിട്ടും. ഇതിൻ്റെ നേരെ മധ്യത്ത് കിട്ടും. -1ൻ്റെയും -2ൻ്റെയും നേരെ മധ്യത്ത്. അതായത് ഇവിടം വരെ -3 ആണ്. അതിൻ്റെ നേരെ പകുതി -1.5. അതിൻ്റെ നേരെ മധ്യത്തുള്ള പോയിന്റ് കിട്ടും. അപ്പോൾ ആ പോയിന്റാണ് ഇതിൻ്റെ സൊല്യൂഷൻ. x equal to minus 3/2 is the 0 of this polynomial. ഇവിടെ നമ്മൾ y equal to 2x plus 3 ഗ്രാഫ് പേപ്പറിൽ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇഷ്ടമുള്ള ഈ -2 0 2 നല്ല 0യും വേറെ ഇഷ്ടമുള്ള 2 പോയിന്റ്സ് കൊടുക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കോർഡിനേറ്റ്സ് ഇതിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് യോജിപ്പിക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. y equal to 2x plus 3. ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. -3/2 എന്ന് പോയിന്റ്. -1ൻ്റെയും -2ൻ്റെയും നേരെ പകുതി, അതായത് -1.5 വരും. -1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണല്ലോ, 1.5 ഇടത്തോട്ടായതുകൊണ്ട് -3/2 വരും. -3/2 0 അല്ല ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം -3/2 ആണ് ഇതിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ. ഗ്രാഫ് വരച്ചിട്ട് 0 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഏത് പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വെക്കേഷന് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് പഠിച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസ്സിൽ കണക്കുകൾ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അവിടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.